ഓഖി ദുരന്തത്തിൽ കാണാതായവരെ തിരയുന്നതിനായി കേരള തീരം മുതൽ ഗോവൻ തീരം വരെ തിരച്ചിൽ വ്യാപിപ്പിക്കും. തിരച്ചിലിന് ബോട്ടുകൾ വിട്ടു നൽകാൻ ബോട്ട് ഉടമകൾ സമ്മതിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായും ബോട്ട് ഉടമകളുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തി. 300ഓളം മത്സ്യത്തൊഴിലാളികളെ ഓഖി ചുഴലിക്കാറ്റിൽ കാണാതായതായുള്ള മാധ്യമ വാർത്ത തെറ്റാണെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. മാധ്യമങ്ങൾ ഭീതി പടർത്തരുതെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ഓഖി ചുഴലിക്കാറ്റിൽ കാണാതായവരെ തിരയുന്നതിനായി മത്സ്യബന്ധന ബോട്ടുകളുടെ സഹായമാണ് മുഖ്യമന്ത്രി തേടിയത്. തിരച്ചിൽ ഗോവൻ തീരം വരെ വ്യാപിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി ബോട്ടുടമകളോട് അഭ്യർത്ഥിച്ചു. അന്തിമ രൂപരേഖ തയ്യാറാക്കിയ ശേഷം ചീഫ് സെക്രട്ടറി അറിയിക്കാൻ ബോട്ടുടമകളോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. തിരച്ചിലിന് ബോട്ടുകൾ വിട്ടു നൽകാൻ ഉടമസ്ഥർ സമ്മതിച്ചതായി മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്ങനെ മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു കടലിനകത്ത് വലിയ തോതിലുള്ള ഒരു പരിശോധന, ഈ അരിച്ചുപെറുക്കൽ തന്നെ പറയാം, ഈ ബോഡി കിട്ടുമെന്നുള്ള ഒരു നോട്ടം, ഒരു പരിശോധന നമ്മൾ നടത്താൻ പോവുകയാണ്. 300ഓളം മത്സ്യത്തൊഴിലാളികളെ ഓഖി ചുഴലിക്കാറ്റിൽ കാണാതായതായുള്ള മാധ്യമ വാർത്ത തെറ്റെന്ന് മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. മാധ്യമങ്ങൾ ഭീതി പടർത്തരുതെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. പത്രത്തിൽ ഒരു വലിയ നമ്പർ വെച്ച് ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് കണക്ക് വന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ദയവ് ഇത് ഇപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാർത്തകളിലേക്ക് പോകരുത്. കാണാതായിട്ടുള്ളവരുടെ കണക്കിനെ കുറിച്ച് ആർക്കും തർക്കമില്ല. ഗവൺമെൻറ്റിൻ്റെ കണക്ക് തന്നെയാണ് സഭയ്ക്കുള്ളത്, വ്യത്യസ്ത ട്രേഡ് യൂണിയനുള്ളത്. ആ കണക്കിലൊരു ആശങ്കയേ ഇല്ല. ബോട്ടിൽ പോയ തൊഴിലാളികളെക്കുറിച്ചാണ് ഈ പറയുന്ന വ്യത്യസ്തതകളെല്ലാം വരുന്നത്. അത് നമുക്കിപ്പോൾ അത് ഫൈനലൈസ് ചെയ്യാൻ കഴിയില്ല. കാരണം ക്രിസ്മസിന് മുമ്പായി ബഹുഭൂരിപക്ഷം ആളുകളും തിരിച്ചു വരുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. ഓഖി ദുരന്തത്തിന്റെ വ്യാപ്തിയും നഷ്ടവും പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാൻ സംസ്ഥാനം ഡിജിറ്റൽ രേഖകൾ തയ്യാറാക്കുന്നുണ്ട്. ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളും നഷ്ടത്തിന്റെ തെളിവുകളുമുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ തയ്യാറാക്കാൻ ചീഫ് സെക്രട്ടറിയെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി. മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായും ബോട്ട് ഉടമകളുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തി. സർക്കാരിന്റെ സഹായം മത്സ്യഗ്രാമങ്ങളിൽ തന്നെ വിനിയോഗിക്കണമെന്ന് തൊഴിലാളി സംഘടനാ വ്യത്യാസമില്ലാതെ ഏവരും സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ഇക്കാര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിക്കുമെന്ന് സർക്കാർ അവർക്ക് ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഓഖി ദുരന്തത്തിൽ ലത്തീൻ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള പള്ളികളിൽ ഇടയലേഖനം വായിച്ചു. മത്സ്യത്തൊഴിലാളികൾ രക്ഷാപ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കാനും തീരദേശത്തിന്റെ സമഗ്ര വളർച്ച ഉന്നം വെച്ചുകൊണ്ട് പുനരധിവാസ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഇടയലേഖനം ആഹ്വാനം ചെയ്യുന്നു. ഓഖി ദുരന്തത്തിൽ സർക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്കും സഹായങ്ങൾക്കും നന്ദിയെന്നും ലത്തീൻ കത്തോലിക്ക അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസേപാക്യം പള്ളികളിൽ നൽകിയ ഇടയലേഖനത്തിൽ വ്യക്തമാക്കുന്നു. നമ്മുടെ തീരപ്രദേശം ഇന്നൊരു സങ്കടക്കടലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓഖി ദുരന്തം സംബന്ധിച്ച് ലത്തീൻ അതിരൂപതയുടെ പള്ളികളിൽ വായിച്ച ഇടയലേഖനം ആരംഭിക്കുന്നത്. ഓഖി ദുരന്തത്തിന് ഇരയായവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് സഹായം നൽകുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത സർക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നുവെന്നും ഇടയലേഖനം പറയുന്നു. മത്സ്യത്തൊഴിലാളികൾ രക്ഷാപ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുവാനും തീരദേശത്തിന്റെ സമഗ്ര വളർച്ച ഉന്നം വെച്ചുകൊണ്ട് പുനരധിവാസ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഇടയലേഖനം ആഹ്വാനം ചെയ്യുകയാണ്. സഭയുടെ ഇടവകകളിൽ നിന്ന് ഇന്ന് ലഭിക്കുന്ന കാണിക്കയും പുനരധിവാസ പദ്ധതിക്കായി കിട്ടുന്ന സംഭാവനയും പൂർണ്ണമായും മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കണം. ഓഖി ദുരന്തത്തിന് ഇരയായവർക്കുള്ള ലത്തീൻ കത്തോലിക്ക അതിരൂപതയുടെ 1ാം ഘട്ട പുനരധിവാസ പദ്ധതിയുടെ പ്രഖ്യാപനം ഡിസംബർ 29 ഉണ്ടാകുമെന്നും ലത്തീൻ കത്തോലിക്ക അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസേപാക്യം പള്ളികളിൽ നൽകിയ ഇടയലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായ സംഭാവനകൾ നൽകാൻ എല്ലാ ഇടവകകളെയും സ്ഥാപനങ്ങളെയും സന്യാസ മന്ദിരങ്ങളെയും സംഘടനകളെയും സുമനസ്സുകളെയും ക്ഷണിക്കുന്നു. 17-ാം തീയതി നാം ഇടവകളിൽ എടുക്കുന്ന കാണിക്കയും സംഭാവനകളും പൂർണ്ണമായും ഈ പുനരധിവാസത്തിനായി പ്രയോജനപ്പെടുത്തുന്നതാണ്. പുനരധിവാസ പാക്കേജിനായി സമാഹരിക്കുന്ന 1 രൂപ പോലും ചോർന്നുപോകാതെ അങ്ങേയറ്റം സുതാര്യമായി പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ നമുക്കാകണം. സർക്കാർ പ്രഖ്യാപിച്ച സഹായം കൃത്യസമയത്ത് ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ ഉറപ്പു നൽകിയിട്ടുണ്ട്. സാഹചര്യങ്ങൾ മുതലെടുക്കുവാൻ ആരെയും അനുവദിക്കരുത്. സ്നേഹത്തോടെ പരസ്പരം സഹകരിച്ച് മുന്നോട്ടു പോയാൽ ഇന്നത്തെ പ്രതിസന്ധിയെ തരണം ചെയ്യുക മാത്രമല്ല, വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ടു പോകാൻ സാധിക്കുക തന്നെ ചെയ്യുമെന്നും ഇടയലേഖനം പറയുന്നുണ്ട്. ഓഖി ദുരന്തം സംഭവിച്ച 1 മാസം തികയുന്ന ഡിസംബർ 29 തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂളിൽ അനുസ്മരണ സമ്മേളനവും ദിവ്യബലിയും നടക്കും. കടുത്ത വേദനയുടെ നടുവിലും നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്ന യേശുവിൻ്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കാനായി നമ്മുടെ മധ്യേ വസിക്കുന്ന അവിടുത്തെ സാന്നിധ്യവും അനുഭവിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാമെന്നും പറഞ്ഞാണ് ഇടയലേഖനം അവസാനിക്കുന്നത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഓഖി ദുരന്തത്തിൽ മരിച്ച ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. വടകര ഉൾക്കടലിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് ചോമ്പാല ഉൾക്കടലിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇടവേള. ഗുജറാത്തിൽ
ബി.ജെ.പിക്ക് ഭരണം ലഭിക്കില്ല എന്ന് ബി.ജെ.പി എം പി സഞ്ജയ് കക്കാഡയുടെ പ്രവചനം. ഗുജറാത്തിൽ ഭരണ തുടർച്ചയ്ക്ക് ആവശ്യമായ സീറ്റുകൾ ലഭിക്കില്ല എന്നും കക്കാഡെ. വിവരങ്ങൾ അൻസു നൽകും. അൻസു, ഒരു ദിവസം മാത്രമാണ് ഇനി കൗണ്ടിങ്ങിന് ഉള്ളത്. ഭരണകക്ഷിയായ ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്നാണോ ബി.ജെ.പി നേതാവ് തന്നെ പറയുന്നത്? അരുൺ, രാജ്യം ആകാംക്ഷയോടെ നാളത്തെ വോട്ടെണ്ണലിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് എക്സിറ്റ് ഫലങ്ങളൊക്കെയും ബി.ജെ.പി വിജയിക്കുമെന്ന് സുനിശ്ചിതമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ സാഹചര്യത്തിലാണ് എതിരാളികളെ പോലും ഞെട്ടിച്ചുകൊണ്ട് സഞ്ജയ് കക്കാഡയുടെ പ്രവചനം പുറത്തു വന്നിരിക്കുന്നത്. ഇത് എതിരാളികൾക്ക് വരെയും വളരെ ഞെട്ടലായിരിക്കുകയാണ്. അതായത് ഗുജറാത്തിൽ ബി.ജെ.പിക്ക് സീറ്റ് ലഭിക്കില്ല എന്ന് മാത്രമല്ല, ഭരണ തുടർച്ചയ്ക്ക് ആവശ്യമായ സീറ്റുകൾ പോലും ഉണ്ടാവുകയില്ല. ഉയർന്ന ഭൂരിപക്ഷമല്ല പോയിട്ട് ഭരണ തുടർച്ചയ്ക്കുള്ള സീറ്റുകൾ പോലും ലഭിക്കുകയില്ലെന്നാണ് സഞ്ജയ് കക്കാഡ പറയുന്നത്. ഇത് താൻ നടത്തിയ കണക്കെടുപ്പിന്റെയും സർവേകളുടെയും ഫലത്തിലാണെന്നും സഞ്ജയ് കക്കാഡ പറയുന്നുണ്ട്. ഇനി അഥവാ കോൺഗ്രസിന് അതേസമയം ഇത്തവണ ഭരണ തുടർച്ചയ്ക്ക് ആവശ്യമായ സീറ്റുകൾ ലഭിക്കുമെന്നും ഇനി അഥവാ ബി.ജെ.പിക്ക് ലഭിച്ചാൽ അത് നരേന്ദ്രമോദി എന്ന ഒറ്റയാൾ കാരണമായിരിക്കുമെന്നൊക്കെ സഞ്ജയ് കക്കാഡ പറയുന്നുണ്ട്. താൻ 6 അംഗ സംഘത്തെ ഗ്രാമങ്ങളിലേക്ക് അയച്ച് കർഷകർ, ഡ്രൈവർമാർ, വെയിറ്റ് അങ്ങനെ തുടങ്ങിയ ആളുകളുമായൊക്കെയും സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്തത് വഴി നടത്തിയ സർവേയുടെ ഫലങ്ങളിലൂടെയാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമായതെന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ ഗുജറാത്തിലെ സർക്കാർ വിരുദ്ധ വികാരം ഇപ്പോഴുണ്ട്. ഒരു സർക്കാരിനെതിരെയുള്ള വികാരമുണ്ട്. ഇതാണ് ഗുജറാത്തിനെ ചതിക്കുക അഥവാ തോൽവിക്ക് ഇടയാക്കുക എന്നാണ് സഞ്ജയ് കക്കാഡയുടെ നിഗമനം. മാത്രമല്ല, ബംഗാളിൽ മാത്രമാണ് 22 വർഷമാണ് ഗുജറാത്തിൽ ബി.ജെ.പി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സംസ്ഥാനമുള്ളത് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. ഇങ്ങനെ ഇത്രയും തുടർച്ചയായിട്ട് ഗുജറാത്തിൽ ഭരിക്കുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് സർക്കാരിനെതിരെ തിരിഞ്ഞ ഒരു ജനങ്ങളും ഒക്കെയുള്ള സാഹചര്യത്തിൽ ബി.ജെ.പി തോൽക്കും എന്ന് തന്നെയാണ് സഞ്ജയ് കക്കാഡ പ്രവചിച്ചിരിക്കുന്നത്. ആരും നേരത്തെ ശിവസേനയും സമാനമായ ഒരു അഭിപ്രായം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരുന്നു. നാളെ റിസൾട്ട് വരുമ്പോൾ വലിയ തരത്തിൽ തിരിച്ചടി ബി.ജെ.പിക്ക് നേരിടും എന്നാണോ ഇതൊക്കെ സൂചിപ്പിക്കുന്നത്? അതെ അരുൺ, ശിവസേന ഉദ്ധവ് താക്കറെയും ഇങ്ങനെ തന്നെ ഒരു പ്രവചനം നടത്തിയിരുന്നു. അതായത് എക്സിറ്റ് പോൾ ഫലങ്ങളും ഗുജറാത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നും ബി.ജെ.പിക്ക് അനുകൂലമായി ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നുമാണ് ഉദ്ധവ് താക്കറെയും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ രാഹുൽ ഗാന്ധി കോൺഗ്രസിന് വേണ്ടി വളരെയേറെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ജനങ്ങളുമായും ഒക്കെ വളരെ നല്ല സമ്പർക്കം പുലർത്തുകയും മാത്രമല്ല NDA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യം ഒട്ടേറെ പ്രതീക്ഷകളോടെയാണ് കാത്തിരുന്നത്. എന്നാൽ യുവജനങ്ങൾക്കായും തൊഴിൽ രഹിതർക്കായും ഒന്നും യാതൊരു വിധമായ പദ്ധതികളോ ഒന്നും നടപ്പാക്കാൻ ഇതുവരെയും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബി.ജെ.പിക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടാവുമെന്നാണ് ശിവസേനയും വ്യക്തമാക്കുന്നത്. ആരും അൻസുവാണ് വിവരങ്ങൾ നൽകിയത്. ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും നാളെ നിർണായകമായ വോട്ടെണ്ണൽ. രണ്ടിടത്തും ബി.ജെ.പി തന്നെ അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. എന്നാൽ ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളി ബി.ജെ.പിക്കെതിരെ രംഗത്ത് വന്നു. വോട്ടിംഗ് യന്ത്രങ്ങളുടെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും ഒരു ബൂത്തിലെ വോട്ട് രസീത് കൂടെ എണ്ണണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. അതേസമയം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും നിർണായകമാണ് നാളത്തെ വോട്ടെണ്ണൽ. വോട്ടിംഗ് മെഷീനുകളിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന ആരോപണം ശക്തമാകുന്നതിനിടയിൽ നാളെ ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും നിർണായക വോട്ടെണ്ണൽ നടക്കും. ഗുജറാത്തിൽ ബി.ജെ.പി അധികാരം നിലനിർത്തുമ്പോൾ ഹിമാചൽ പ്രദേശിലും ബി.ജെ.പി അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ഗുജറാത്തിലെ 182 സീറ്റുകളിൽ 110ഓളം സീറ്റുകളും ഹിമാചൽ പ്രദേശിലെ 68 സീറ്റുകളിൽ 47 മുതൽ 55 സീറ്റ് വരെയും ബി.ജെ.പി നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം. നോട്ട് നിരോധനവും GSTയും ഗുജറാത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയിട്ടും ഭരണം നിലനിർത്താനായാൽ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് അത് ആത്മവിശ്വാസം നൽകും. എന്നാൽ ഗുജറാത്തിൽ ബി.ജെ.പിക്ക് തിരിച്ചടി നേരിട്ടാൽ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ ശിവസേന NDA വിടുമെന്ന അഭ്യൂഹത്തിനിടയിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിശ്വസിക്കുന്നില്ലെന്ന് ഉദ്ധവ് താക്കറെ അഭിപ്രായപ്പെട്ടു. ഗുജറാത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെന്നും ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ പറഞ്ഞു. അതേസമയം കോൺഗ്രസ് അധ്യക്ഷനായി സ്ഥാനമേറ്റ രാഹുൽ ഗാന്ധിക്കും നിർണായകമാണ് നാളത്തെ വോട്ടെണ്ണൽ. വോട്ടിംഗ് യന്ത്രങ്ങളുടെ സത്യസന്ധത തെളിയിക്കാൻ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും ഒരു ബൂത്തിലെ വോട്ട് രസീത് കൂടി എണ്ണണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇസ്ലാമിക പ്രഭാഷകൻ ഡോക്ടർ സക്കീർ നായിക്കിനെതിരെ അന്തർദേശീയ അറസ്റ്റ് വാറന്റായ റെഡ് കോർണർ നോട്ടീസ് ഇറക്കണമെന്ന ആവശ്യം ഇന്റർപോൾ തള്ളി. റെഡ് കോർണർ നോട്ടീസ് ഇറക്കാൻ ഇന്ത്യ ബോധിപ്പിച്ച കാരണങ്ങൾ സക്കീറിന്റെ കാര്യത്തിലില്ല എന്നാണ് ഇന്റർപോളിന്റെ വിലയിരുത്തൽ.
ഡോക്ടർ സാക്കിർ നായിക്കിനെ റെഡ് കോർണർ നോട്ടീസിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യ പറഞ്ഞ കാരണങ്ങൾ ശരിയല്ല എന്ന വിലയിരുത്തലിലാണ് ഇന്റർപോളിന്റെ നടപടി. ഇതിന്റെ ഭാഗമായി ഇന്റർപോളോ ഇന്ത്യയോ വിവിധ രാജ്യങ്ങളിലെ അന്വേഷണ ഏജൻസികൾക്ക് നൽകിയ വിവരങ്ങൾ ബന്ധപ്പെട്ട രേഖകളിൽ നിന്ന് നീക്കം ചെയ്യാനും ഇന്റർപോൾ നിർദ്ദേശം നൽകി. റെഡ് കോർണർ നോട്ടീസിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യ നൽകിയ അപേക്ഷയിലെ കാരണങ്ങൾ രാജ്യാന്തര അന്വേഷണ ഏജൻസിയുടെ ഭരണഘടനയ്ക്കും വ്യവസ്ഥകൾക്കും യോജിക്കുന്ന വിധത്തിലല്ല എന്നും ഇന്റർപോൾ വിലയിരുത്തി. ഫ്രാൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർപോളിന്റെ സെക്രട്ടറി ജനറലാണ് അപേക്ഷ തള്ളിയത്. ഇന്റർപോൾ തീരുമാനം തനിക്ക് ആശ്വാസം നൽകുന്നതാണെങ്കിലും ഇന്ത്യയിലെ സർക്കാരിൽ നിന്നും ഇന്ത്യൻ ഏജൻസികളിൽ നിന്നും നീതി ലഭിക്കുന്നതാണ് കൂടുതൽ ആശ്വാസകരമെന്ന് വീഡിയോ സന്ദേശത്തിലൂടെ സാക്കിർ നായിക് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. ജാതിക്കും മതത്തിനും ദേശത്തിനും അതീതമായ ബൗൾ സംഗീതത്തിന്റെ വിരുന്നൊരുക്കി കൊല്ലത്ത് ആർട്ടിസ്റ്റ് ആൻഡ് ഹെറിറ്റേജ് സൊസൈറ്റി പിറന്നു. കൊല്ലം MLA മുകേഷ് മുൻകൈയെടുത്താണ് സൊസൈറ്റിക്ക് രൂപം നൽകിയത്. കൊല്ലത്തിന്റെ സാംസ്കാരികം, പൈതൃകം, ചരിത്രം, രാഷ്ട്രീയം എന്നിവയെ പുതുതലമുറയെ പരിചയപ്പെടുത്തിയും മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തിയുമാണ് ആർട്സ് ആൻഡ് ഹെറിറ്റേജ് സൊസൈറ്റി പിറവിക്കൊണ്ടത്. മുൻ ടൂറിസം ഡയറക്ടർ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ബംഗാളിലെ ശാന്തിനികേതനിലെ തരുൺദാസ് ബൗളും സംഘവും തങ്ങളുടെ മതം, ജാതി, ദേശം പ്രപഞ്ചമാണെന്ന് പ്രഖ്യാപിച്ചും സദസ്സിനെ ശാന്തിനികേതനിലേക്ക് ക്ഷണിച്ചും വൈഷ്ണവ, ഹിന്ദു, സൂഫി, മുസ്ലിങ്ങൾ ഉൾപ്പെട്ട കലാകാരന്മാർ ബൗൾ സംഗീതത്തിന്റെ ലഹരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബൗൾ സംഗീതം വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്ത് മടങ്ങിയെത്തിയത്. ഫെബ്രുവരി വരെ നീളുന്ന അന്താരാഷ്ട്ര കലാവിരുന്നാണ് മുകേഷ് MLA ചെയർമാനായ ആർട്സ് ആൻഡ് ഹെറിറ്റേജ് സൊസൈറ്റിയുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശബരിമലയും പരിസരവും മാലിന്യത്തിന്റെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ ഇവിടുത്തെ ശുചീകരണ തൊഴിലാളികൾ ചെയ്യുന്ന ജോലി ഏറെ പ്രശംസനീയമാണ്. കഴിഞ്ഞ 25 വർഷത്തോളമായി തമിഴ്നാട്ടിൽ നിന്നുമാണ് പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റി ഇവരെ ജോലിക്കായി ശബരിമലയിൽ എത്തിക്കുന്നത്. വർഷത്തോളമായി ശബരിമലയിൽ ശുചീകരണ മേഖലയിലെ നിറസാന്നിധ്യമാണിവർ. SSS എന്നെഴുതിയ ടീഷർട്ടുമിട്ട് ശബരിമല, പമ്പ, നിലയ്ക്കൽ, പന്തളം, കുളനട തുടങ്ങിയ സ്ഥലങ്ങളിലായി 800ഓളം തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. സന്നിധാനത്ത് മാത്രം 400 പേരോളമുണ്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടർ ചെയർമാനായി രൂപീകരിച്ചിട്ടുള്ള ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റി അയ്യപ്പ സേവാ സംഘം വഴിയാണ് തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികളെ ശബരിമലയിൽ എത്തിക്കുന്നത്. ഇവരുടെ പ്രവൃത്തികളെല്ലാം മേൽനോട്ടം വഹിക്കുന്നതിനായി വിവിധ ഇടങ്ങളിലായി സൂപ്പർവൈസർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. അയ്യപ്പന് സേവ ചെയ്യുന്നത് പുണ്യമെന്നാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. இங்கே வருது நாங்கள் 10-15 வருஷம் 16 வருஷமாயிட்டு ഈ ജോലിക്ക് வருது. இங்கே படித்தாலும் வருது, எல்லாருமே டிகிரி +2 10th படித்தாலும் எல்லாருமே இங்கே ஜோலிக்கு வருது. இங்கே வந்து நாங்கள் வந்து முகம் சுளிக்காமல் சளியும் புளியும் எல்லாம் வருது. கேட்டால் சுமார் 800 பேர் இங்கே வருது. இங்கே சன்னியானம் முதல் வந்து நிலக்கல் வர பந்தளம் வரும் வேலை பார்க்குது. அதனால் நாங்கள் இங்கே வந்து ஒரு சாமிக்காகவே ஒரு சேவை பண்ணுறோம். நீங்களே பார்ப்பீங்க இங்கே எவ்வளோ பேர் வர்றாங்க போகிறாங்க. ஆனால் எங்கள் விதத்தில் எல்லாருமே മനസ്സറിഞ്ഞ് இங்கே வேலை பார்க்குறோம். കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരെത്തുന്ന ശബരിമലയും പരിസരവുമെല്ലാം മാലിന്യ കൂമ്പാരമാകാതെയും പകർച്ചവ്യാധികൾക്ക് അടിമപ്പെടാതെയും നോക്കാൻ ഈ ശുചീകരണ തൊഴിലാളികൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു പുണ്യം തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. മൈജി മൈ ജനറേഷൻ ഡിജിറ്റൽ ഹബിന്റെ 55ാമത് ഷോറൂം ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മോഹൻലാൽ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മൊബൈൽ ഷോറൂമിൽ മൊബൈൽ ഫോൺ കൂടാതെ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ക്യാമറ തുടങ്ങിയ എല്ലാ ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളും അനുബന്ധ സേവനങ്ങളിൽ ലഭ്യമാണ്. 2019ഓടെ 100 ഷോറൂമുകളും 700 കോടിയുടെ വിറ്റുവരവുമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ചെയർമാനും MDയുമായ AK ഷാജി, ജനറൽ മാനേജർമാരായ അനീഷ് CR, നദീർ CKV, സ്റ്റേറ്റ് ഹെഡ് മുഹമ്മദ് ജയ്സൽ, ഫിറോസ് KK എന്നിവർ പങ്കെടുത്തു.